ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ ഹൈക്കോടതിയുടെ അനുമതി, അത് കർശന ഉപാധികളോടെയാണ് ഇന്ന് അനുമതി നൽകിയിരിക്കുന്നത് കോടതി. പമ്പയുടെ പരിശുദ്ധി കാത്തു സൂക്ഷിച്ച് സംഗമം നടത്തണമെന്ന് കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വരവ് ചെലവുകളുടെ കണക്ക് ഉറപ്പാക്കണം, ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം, സാധാരണ അയ്യപ്പ ഭക്തരുടെ അവകാശങ്ങൾ ഹനിക്കരുതെന്നും കോടതിയുടെ നിർദ്ദേശമുണ്ട്. ഇന്നലെ ഈ അയ്യപ്പ ഭക്തസംഗമവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതിനെതിരായ ഹർജി പരിഗണിക്കവേ കോടതി പ്രസക്തമായ ചില ചോദ്യങ്ങൾ സർക്കാരിനോട് ചോദിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഇങ്ങനെ കർശന ഉപാധികൾ കോടതി തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. രേഷ്മ ബാബു നൽകും കൂടുതൽ വിവരങ്ങൾ. രേഷ്മ, അയ്യപ്പ സംഗമത്തിന് കർശന ഉപാധികൾ നിശ്ചയിച്ചുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി നിലവിൽ അനുമതി നൽകിയിട്ടുള്ളത്. ശബരിമലയുടെ പവിത്രത, അതോടൊപ്പം തന്നെ പമ്പയുടെ പരിശുദ്ധി, ഇവയൊന്നും തന്നെ യാതൊരു കാരണവശാലും സംഗമം ബാധിക്കാൻ പാടില്ല. സ്പോൺസർഷിപ്പ് സംഭാവനകളുടെ ഓഡിറ്റ് അത് തയ്യാറാക്കിയതിനു ശേഷം ആ റിപ്പോർട്ട് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് നൽകുകയും വേണം. അതുകൂടാതെ തന്നെ ഈ പരിപാടിയുടെ വിശദമായിട്ടുള്ള റിപ്പോർട്ടും ഈ സംഗമം കഴിഞ്ഞതിന് ഏകദേശം ഒരു 45 ദിവസത്തിനുള്ളിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് ദേവസ്വം ബോർഡ് സമർപ്പിക്കണം. ആ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് അത് പിന്നീട് ഹൈക്കോടതിയിലെത്തും. ഹൈക്കോടതി ആ റിപ്പോർട്ട് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് കൂടി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ മറ്റു ചില കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൂടി ഹൈക്കോടതി പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നവർക്ക് പ്രത്യേക പരിഗണനയോ പരിരക്ഷയോ ബാഡ്ജോ ഇവയൊന്നും തന്നെ നൽകുവാൻ പാടുള്ള. സാധാരണ ഭക്തരെ അവരുടെ ആത്മീയപരമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് അവകാശങ്ങളൊന്നും തന്നെ ഹനിക്കുന്ന തരത്തിൽ ഈ പരിപാടി സംഘടിപ്പിക്കുവാനും പാടില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് സാധാരണ അയ്യപ്പന്മാർ, അതായത് ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നവർക്ക് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് സാധാരണ അയ്യപ്പന്മാരുടെ അവകാശങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള നടപടികൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക തന്നെ വേണം. മറ്റൊന്ന്, ഈ പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നും തന്നെ അവിടെ ചെയ്യുവാൻ പാടുള്ളതല്ല. മാലിന്യം ഈ പരിപാടി നടത്തി അതിനുശേഷം ഉടൻ തന്നെ നീക്കം ചെയ്യേണ്ടതുണ്ട്. പമ്പാ തീരത്ത് യാതൊരു ഘട്ടത്തിലും ഈ മാലിന്യങ്ങൾ നിക്ഷേപിക്കുവാൻ പാടുള്ളതല്ല. എല്ലാ തരത്തിലും കർശനമായിട്ടുള്ള ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ വേണം ഈ പറയുന്ന സംഗമം നടത്താനായിട്ട്. മറ്റൊന്ന്, ഈ ഫണ്ടിങ്ങിന്റെ, അതായത് പണം സമാഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കണം, അത് ഓഡിറ്റിന് വിധേയമാക്കണം, സുതാര്യത ഉറപ്പുവരുത്തണം എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ഹൈക്കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട്. പാർക്കിങ്ങിന്, അതായത് ഈ സംഗമത്തിന് വരുന്ന ആളുകളുടെ വാഹനങ്ങൾ നിലവിൽ പാർക്ക് ചെയ്യുന്നിടത്ത്, അതായത് സാധാരണ അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നിടത്ത് അവിടെ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റ് സാധാ അയ്യപ്പ ഭക്തരുടെ അവരുടെ യാത്രയ്ക്കുള്ള സൗകര്യങ്ങളെ അത് ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരാനും പാടുള്ളതല്ല. എന്തായാലും നിലവിൽ സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും ഹൈക്കോടതി കർശന മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നുള്ള ഉത്തരവാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ അയ്യപ്പ സംഗമം നടത്തുവാനായിട്ട് ദേവസ്വം ബോർഡിനെ കൊണ്ട് സാധിക്കുകയുള്ളൂ. മറ്റൊന്ന്, ഈ സ്പോൺസർഷിപ്പില് വരുന്ന തുക അത് തോന്നിയതുപോലെ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ കൃത്യമായിട്ട് കണക്കുകൾ സൂക്ഷിക്കാതെ മുന്നോട്ട് പോകാനോ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ സാധിക്കില്ല. ഓഡിറ്റിന് വിധേയമാക്കിയതിനു ശേഷം ആ റിപ്പോർട്ട് ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഹൈക്കോടതി പരിശോധിക്കുന്നതായിരിക്കും. ആ വീഴ്ചകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടാകും. എന്തായാലും ശബരിമലയുടെ പവിത്രത, ഒപ്പം തന്നെ പമ്പാ തീരത്തിന്റെ പരിശുദ്ധി അതൊക്കെ തന്നെ കാത്തു സൂക്ഷിച്ച് മാത്രമേ ഈ പരിപാടി സംഘടിപ്പിക്കാൻ പാടുള്ളൂ എന്നാണ് ഹൈക്കോടതി ഉത്തരവിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി രേഷ്മ.